നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ പുതിയൊരു ആഴ്ചയിലേക്ക് കടന്നു വരികയാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് വലിയ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയില്ലെങ്കിൽ കൂടിയും നിഫ്റ്റി വീക്കിലി അടിസ്ഥാനത്തിൽ 100 പോയിന്റ് മാത്രമാണ് കഴിഞ്ഞ ആഴ്ച ഫോൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 5 മാസമായിട്ട് നിഫ്റ്റി ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരുത്താൻ പറ്റിയത് കഴിഞ്ഞ ആഴ്ചയിൽ മുമ്പുള്ള ആഴ്ചയായിരുന്നു 350 പോയിൻറ്റിൻ്റെ റാലി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ആഴ്ചയിലേക്ക് കടന്നു വരികയാണ്. പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് അവധിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച US മാർക്കറ്റിൽ ഒരു നല്ലൊരു റാലി കണ്ടു. ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് പുതിയ അദ്ദേഹത്തിൻ്റെ ഈ താരിഫ് ഹൈക്കുകളെ സംബന്ധിച്ചുള്ള പുതിയ സ്റ്റേറ്റ്മെൻറ്റൊന്നും തന്നെ US നിന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ US മാർക്കറ്റ് പോസിറ്റീവായി റിയാക്ട് ചെയ്തു. നിഫ്റ്റിയും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും പൊതുവേ ഒരു പോസിറ്റീവായ രീതിയിലാണ് ട്രേഡിങ് തുടരുന്നത്. അതുതന്നെ നമുക്ക് കിട്ടുമെന്നൊന്നും യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഇനിയിപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $3000 പെർ ഔൺസ് എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഒരു സേഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിൽ നല്ല രീതിയിൽ ഒരു അക്യുമുലേഷൻ കിട്ടി. $1700 പെർ ഔൺസിൽ നിന്നാണ് ഗോൾഡ് $1700 പെർ ഔൺസാണ് ഏറ്റവും റീസെൻ്റ് ലോ. അവിടെ നിന്നാണ് ഗോൾഡ് ഓൾമോസ്റ്റ് ഡബിൾ ആയിരിക്കുന്നത്. ഇനി ഈ ഒരാഴ്ച പ്രധാനമായിട്ടും US നിന്ന് ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളും മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങുകളെല്ലാം തന്നെ കൃത്യമായിട്ട് വരും. അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നിഫ്റ്റി പ്രധാനമായിട്ടും ഇന്ന് ഈ ഒരാഴ്ചയിലുള്ള പ്രധാന ഈവൻ്റ് അതാണ്. ഈ ഒരാഴ്ചയിൽ നമുക്ക് IPOs ഒക്കെ നോക്കുകയാണെങ്കിൽ ഏരീസ് ഇൻഫ്ര IPO ഈ ഒരാഴ്ച ഉണ്ട്. ഈ ഒരു കലണ്ടറിൽ ഒരുപാട് IPOs എല്ലാം തന്നെ പെൻഡിങ് ആണ്. അതൊന്നും തന്നെ മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ടൊന്നും വന്നിട്ടില്ല. ലെൻസ്കാർട്ട് ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ IPO വെയിറ്റിംഗ് ആണുള്ളത്. ഇനി ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് പരിശോധിക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം US വിക്സ് ക്രാഷായി 19ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. നാസ്ഡാക്ക് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു 2.6%. ഡോയും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ നെഗറ്റീവാണ്, എന്നാൽ ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കൂടാതെ തന്നെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസും പോസിറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്യപ്പെട്ടത്. ഇനി ഇന്നത്തെ പ്രധാന സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 27% ഒരു ഇടിവുണ്ടായിരുന്നു. അപ്പോൾ RBIയുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് ഈ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഫിനാൻഷ്യലി സ്റ്റേബിളാണ്. ക്യാപിറ്റൽ അഡിക്വൻസി റേഷ്യോ ഉൾപ്പെടെയുള്ള റേഷ്യോസ് എല്ലാം തന്നെ കൃത്യമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇൻഡസ്ഇൻഡ് ബാങ്കിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇതൊരു ബൈസെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ഇത് ഒരു ന്യൂസുകൾ മാത്രമാണ്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ടാറ്റ മോട്ടോഴ്സ് 2000 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ഒല ഇലക്ട്രിക് കമ്പനി, ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ബൈക്ക് നിർമ്മാതാക്കളാണ് ഒല ഇലക്ട്രിക് കമ്പനി. അപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, റോസ്മിട്ര ഡിജിറ്റൽ സർവീസ് കമ്പനി, ഇവർ ഈ നമ്പർ പ്ലേറ്റുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ ഇവർ ഒലക്കെതിരെ ഒരു ഡിഫോൾട്ടിംഗ് പേയ്മെൻറ്റ്, ഏകദേശം 18 കോടി രൂപയുടെ ഡിഫോൾട്ട് പേയ്മെൻറ്റ് കോർട്ടിൽ ഇവർ പേയ്മെൻറ്റ് ഡിഫോൾട്ടായി എന്നുള്ള രീതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളുണ്ട്. വിശാൽ മെഗാ മാർട്ട് കമ്പനി, മൊബിവിക് കമ്പനി, അപ്പോൾ മാർച്ച് 17, അതായത് ഇന്ന് ഇവരുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലോക്കിൻ പീരീഡ് അവസാനിക്കും. ലോക്കിൻ പീരീഡ് അവസാനിക്കുമ്പോൾ ഇവർക്ക് സെല്ല് ചെയ്യാൻ എലിജിബിളാണ്, പക്ഷേ സെല്ല് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സെല്ല് ചെയ്തേക്കാം എന്നുള്ള ഒരു പാനിക് അവസ്ഥ നിലവിലെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാകുമെന്നുള്ളതും ഉണ്ട്. ഇനി KEC ഇൻ്റർനാഷണൽ കമ്പനിക്ക് 1267 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ളൊരു ന്യൂസ് ഉണ്ട്. KPIT ടെക്നോളജി കമ്പനീസിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇവർ ക്വാൽക്കം വെഞ്ചേഴ്സായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് KPIT ടെക്നോളജിയെ സംബന്ധിച്ചുണ്ട്. ബ്രിഗേഡ് എൻ്റർപ്രൈസസ് കമ്പനി, ബ്രിഗേഡ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ബാംഗ്ലൂരിൽ അവർ 14 ഏക്കറിൽ ലക്ഷറി റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ കമ്പനി ധാരണയായി. നീരജ് സിമൻറ്റ് കമ്പനിക്ക് 267 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ JR ഇൻഫ്ര കമ്പനി,
JR ഇൻഫ്ര കമ്പനിക്ക് 4236 കോടി രൂപയുടെ ഓർഡറുകൾ കിട്ടിയതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ടൈംകൺ ഇന്ത്യ കമ്പനിക്ക് 120 കോടി രൂപ ഇവരുടെ പ്ലാന്റ് വികസിപ്പിച്ച് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉയർത്തുമെന്ന് കമ്പനി പറഞ്ഞു. ടൈംകൺ ഇന്ത്യ കമ്പനി. പതഞ്ജലി ഫുഡ്, ബാബ രാംദേവിൻ്റെ പതഞ്ജലി ഫുഡ് ഇൻഷുറൻസ് മേഖലയിലേക്ക്, ഇൻഷുറൻസ് ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി കടന്നു വരികയാണ് എന്നുള്ള ന്യൂസ് ഉണ്ട്. മുത്തൂറ്റ്, കേരള ആസ്ഥാനമായിട്ടുള്ള മുത്തൂറ്റ് ഇവരുടെ ഗോൾഡ് ലോൺ എല്ലാം തന്നെ 1 lakh crores ഗോൾഡ് ലോൺ ഇഷ്യൂ ചെയ്തു എന്നുള്ള മൈൽ സ്റ്റോൺ കമ്പനി കൈവരിച്ചതായിട്ട് കമ്പനി പറഞ്ഞു. ക്യാംസ് കമ്പനി LIC ആയിട്ട് LICയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാംസായിട്ട് LIC ധാരണയായിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. അഥവാ ക്യാംസിന് ഓർഡർ LICയുടെ ഭാഗത്തു നിന്ന് കിട്ടിയതായി എന്നും കൂടി വായിക്കാം. വെൽസ്പൻ സ്പെഷ്യാലിറ്റി കമ്പനി, സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പുകളുടെ നിർമ്മാതാക്കളാണ് വെൽസ്പൻ സ്പെഷ്യാലിറ്റി കമ്പനി. അവർക്ക് ബെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഭാഗത്തു നിന്ന് 231 കോടി രൂപയുടെ ഓർഡറുകൾ കിട്ടിയതായിട്ടുള്ള ന്യൂസുകളുണ്ട്. ഇതാണിപ്പോൾ ഉള്ള ന്യൂസ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടത് ഈ ആഴ്ച ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതാണ് ഈ ആഴ്ചയിലെ പ്രധാന ഈവൻറ്റ്. അപ്പോൾ വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. താങ്ക് യു.